അപ്പോഴേ ഇതിലൂടെ വരുന്നത് നോക്കാം അല്ലേ? Can you hear me? Yes, sir. Okay. Our next topic is actually event dialogue mechanics. In your book, it is given as dynamic modeling or something like that. The core of the idea is event diagram. ഞാൻ അതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണാമല്ലോ. Can you see the program? Yes, sir. ഇനി ഞാൻ ആ പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈവെന്റിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഭയങ്കര ഇടിയും മഴയുണ്ട്, ചിലപ്പോൾ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറയാം. ഭയങ്കര ഇടിയും മഴയും ഇവിടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാന് yesterday I have mentioned about that structure called interface. An interface has methods. That methods are not defined; they are only declared. Whenever you use an interface, we have to override the methods in the interface. Then I also mentioned something like package. It is a group of classes combined in a module, and we can import it. So, this program is first one kando import java.applet.star. Import java.awt.star. So, import java.applet.star എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു പാക്കേജാണ്. ആ പാക്കേജിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ആ പാക്കേജിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ട് java.awt.star എന്ന് പറഞ്ഞാൽ അതും ഒരു പാക്കേജാണ്. ആ പാക്കേജിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ബിൽറ്റ് ഇൻ ക്ലാസ്സസ്. ബിൽറ്റ് ഇൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ C++ലൊക്കെ iostream.h എന്ന് പറയുന്നത് പോലെ ബിൽറ്റ് ഇൻ ക്ലാസ്സസ്. അപ്പൊ ഈ ബിൽറ്റ് ഇൻ ക്ലാസ്സസ് ആണ് ഇമ്പോർട്ട് java.awt.even.starലും ബിൽറ്റ് ഇൻ ക്ലാസ്സസ്. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക. ഇനി ശ്രദ്ധിക്കുക. പബ്ലിക് ക്ലാസ് ഷേപ്പ് 1 എക്സ്റ്റെൻസ് ആപ്ലെറ്റ് ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റ്. ഈ ആപ്ലെറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ്. അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ആണ്. ആ ഇന്റർഫേസിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ്. അപ്പൊ ആക്ഷൻ ലിസണർ ഇന്റർഫേസ് ആണെങ്കിൽ അതിലെ മെത്തേഡ്സ് എങ്ങനെയുള്ളതായിരിക്കും? ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളോ അതോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും? പ്രോഗ്രാം ശ്രദ്ധിച്ചു നോക്കണം. പ്രോഗ്രാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഈവന്റിന്റെ ഐഡിയ ശരിക്കും കിട്ടും. ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ്. ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ്. ബാക്കി ഒന്നും ആലോചിക്കണ്ട. ആക്ഷൻ ലിസണർ ഇന്റർഫേസ് ആണ്. There are some methods inside that action listener which is an interface. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, are the methods in action listener are defined or just declared only?
നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇങ്ങോട്ട് എഴുതി അയക്കാമെങ്കിലും കുഴപ്പമില്ല. Can you send a message? Declared only. Very good. Declared only. അതില് ഈ ആക്ഷൻ ലിസണറിൽ ഡിക്ലെയർ ചെയ്ത മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ട് അതായത് ഈ പറയുന്ന ആക്ഷൻ ലിസണർ ഒരു ഇന്റർഫേസ് ആണ്. ഈ ആക്ഷൻ ലിസണറിൽ ഡിക്ലെയർ ചെയ്ത മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ടെക്സ്റ്റ് ഫീൽഡ്, ലേബല്, ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ, അതെല്ലാം പിന്നെ എന്താ പറയണ്ടേ, GUI കമ്പോണൻസ് ആണ്. പക്ഷെങ്കിൽ ബിൽറ്റ് ഇൻ ക്ലാസസ്, ഡൈനാമിക് ബിഹേവിയർ കാണിക്കുന്ന ക്ലാസസ് ആണ്. ഇപ്പൊ അത് സ്റ്റാറ്റിക്, ഡൈനാമിക് ബിഹേവിയർ കാണിക്കുന്ന ക്ലാസസ് ആണ്. ഇനി ശ്രദ്ധിക്കുക, താഴെ കണ്ടു എഴുതിയിരിക്കുന്നത് പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോം. ഈ ആക്ഷൻ പെർഫോംഡ് ആക്ച്വലി കംസ് ഫ്രം ആക്ഷൻ ലിസണർ ഇന്റർഫേസ്. അപ്പൊ ആക്ഷൻ ലിസണർ ഇന്റർഫേസില് ഈ ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന മെത്തേഡ് ജസ്റ്റ് ഡിക്ലെയർഡ് ആയി. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, അതിനെ ഇവിടെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തു. പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡില് നമ്മൾ ഈ മെത്തേഡിനെ ഡിഫൈൻ ചെയ്തു. ആ മെത്തേഡ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇവിടെ എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ഈ ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ എഴുതി കൊടുത്തു. ഇനി നോക്കാം. എൽ എന്ന് പറയുന്നത് മിക്കവാറും അത് ചോയ്സോ ലിസ്റ്റോ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതൊരു ബട്ടൺ ഒക്കെ പോലെ ഒരു ഇതാണെന്ന് വിചാരിക്കുക. ഈ എൽ ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം, നമ്മൾ ആ എൽ എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് കുറെ സാധനങ്ങൾ എഴുതി കൊടുക്കും. അതിലൊന്ന് റെക്ടാംഗിൾ എന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചു. എൽ ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം റെക്ടാംഗിൾ എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എഫിന് ഒരു വാല്യൂ കൊടുക്കും, 2 എന്ന് കൊടുക്കും. എഫിന് അതുപോലെ പല പല വാല്യൂ കൊടുക്കും. എഫ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ ലൈൻ വരയ്ക്കും. എഫ് ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മൾ അതിൽ റെക്ടാംഗിൾ വരയ്ക്കും. അപ്പം ശ്രദ്ധിച്ചോ, എൽ ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം, എൽ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിസ്റ്റിലെ റെക്ടാംഗിളിനെ നമ്മൾ ക്ലിക്ക് ചെയ്യും. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ സിഗ്നൽ. നമ്മൾ ഇന്നലെ പഠിച്ച സിഗ്നൽ ആണത്. എൽ എന്ന് പറയുന്ന ലിസ്റ്റിലെ ഒരു ഐറ്റത്തിനെ നമ്മൾ ക്ലിക്ക് ചെയ്യും, അത് സിഗ്നലാണ്. ആ സിഗ്നലിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് എഫ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയും. എന്നിട്ട് ആ എഫ് ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ നമ്മൾ റെക്ടാംഗിൾ താഴെ വരയ്ക്കും. ഐഡിയ മനസ്സിലായോ? അപ്പം നമ്മുടെ ഇവിടെ we have got an interface, action listener. We have got some components, button, checkbox, list, etc., etc. From action listener, we get the method action performed. And in the action performed, we say that if L dot get selected item is rectangle, do something. Get selected item is rectangle. ആ സെലക്ടഡ് ഐറ്റം എന്ന് പറയുന്ന ആ റെക്ടാംഗിളിനെ നമ്മൾ ആ ഐറ്റത്തിനെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ക്ലിക്ക് ചെയ്യുന്നത് ഒരു സിഗ്നൽ ഈവന്റ് ആണ്. ആ സിഗ്നൽ ഈവന്റ് വെച്ചിട്ടാണ് എഫ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. എഫ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് എന്ത് ചെയ്യും, റെക്ടാംഗിൾ വരയ്ക്കും. ആ പ്രോഗ്രാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാംസ് മെയിൽ ചെയ്ത് തരാം. ഈ പ്രോഗ്രാംസ് നിങ്ങൾ നേരിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അതായത് ഈ തിയറി മുഴുവൻ പഠിക്കുന്നതിന് ഫലം ചെയ്യുക ഒരൊറ്റയാണ്. അതായത് ഇത്രയും കൺട്രോൾസ് ഉണ്ട്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുന്നു, AWT എന്ന് പറയുന്നത് അതൊരു എന്താ പറയണ്ടേ, അതൊരു പാക്കേജ് ആണ്. ഒന്നുകൂടെ അതായത് AWT.star, applet.star, AWT.event, ഇതെല്ലാം പാക്കേജസ്. പാക്കേജസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ക്ലാസ്സസ്. ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ഫങ്ഷണാലിറ്റി വരികയാണ്. ഇതിനെയാണ് നമ്മൾ ഇന്നലെ പഠിച്ച മൊഡ്യൂൾ എന്ന് പറയുന്നത്. മൊഡ്യൂൾ എന്ന് പറയുന്ന സാധനം ഇതാണ്. എന്നിട്ട് പറയാണ് ഷേപ്പ് 1 എക്സ്റ്റെൻസ് ആപ്ലെറ്റ്. ഈ ആപ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്.
ഷേപ്പ് 1ലേക്ക് ആപ്ലെറ്റിനെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ബേസ് ക്ലാസ് ആപ്ലെറ്റും ഷേപ്പ് 1 എന്ന് പറയുന്നത് വേറെ ആപ്ലെറ്റ് എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് ഷേപ്പ് 1 എന്ന ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരികയാണ്. ഒരു ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും. ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും അത്? ഒരു ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും. ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? only one base class, one derived class. ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? ടൈപ്പ് ചെയ്ത് അയച്ചാൽ only one base class, only one derived class. സിംഗിൾ ഇൻഹെറിറ്റൻസ്. അപ്പൊ അത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ് അവിടെ നമുക്ക് വന്നിരിക്കുന്നത്. ഷേപ്പ് 1 എക്സ്റ്റെൻസ് ആപ്ലെറ്റ്. ആ ഷേപ്പ് 1ലേക്ക് ആപ്ലെറ്റിനെ എടുത്തു. പിന്നെ പറയുകയാണ് ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസണർ. ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസണർ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ്. ആക്ഷൻ ലിസണറിനെ നമ്മൾ നമ്മുടെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിനെ നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ആക്ഷൻ ലിസണറിലെ മെത്തേഡ്സ് ഉണ്ട്. ആക്ഷൻ ലിസണറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് ആക്ഷൻ പെർഫോം. ഈ സാധനം പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്, അതിന്റെ ഈവൻ ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് നമ്മൾക്ക് ആക്ഷൻ ലിസണറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് ആക്ഷൻ പെർഫോംഡിൽ എങ്ങനെ ആയിരിക്കും? ഇതിനകത്ത് കോഡ് ഉണ്ടായിരിക്കുമോ? അതിനകത്ത് ഈസ് ഇറ്റ് എ ഡു നത്തിങ് ഫംഗ്ഷൻ ഓർ സംതിങ് ഡിഫൈൻഡ് ഇൻ ആക്ഷൻ ലിസണർ? Will there be any code in action performed in action listener, or it may be a do nothing function? What will be its characteristic in the base class? അതായത് ഇന്റർഫേസിലാണ് അത് കിടക്കുന്ന ആക്ഷൻ പെർഫോംഡ്. അവിടെ ഇവിടുത്തെ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ, ഇവിടെ നമ്മൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുക. അവിടെ എങ്ങനെയായിരിക്കും ഇത് കിടക്കുന്നത്? ഡിഫൈൻഡ് ആയിരിക്കുമോ അബ്സ്ട്രാക്ട് ആയിരിക്കുമോ? ഇന്റർഫേസിൽ സംശയിക്കാനൊന്നുമില്ല. ഇന്റർഫേസിൽ അത് അബ്സ്ട്രാക്ട് ആയി. നമ്മുടെ ക്ലാസ്സിൽ അത് ആക്ഷൻ പെർഫോംഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ അത് ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ക്ലാസ് അബ്സ്ട്രാക്ട് ആയി. ഇതാണ് ഇന്റർഫേസിന്റെ കൺസെപ്റ്റ്. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ ആ പ്രോഗ്രാം എടുത്തു നോക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ കുറെ പാക്കേജസ്, എല്ലാ കൺസെപ്റ്റും ആ ഒരു പ്രോഗ്രാമിൽ വരുന്നത് ഇതുവരെ പഠിച്ചത്. AWT.star, applet.star ഇങ്ങനെയുള്ള all packages are imported to our class. Then our class implements an interface called action listener. In action listener, there is a method action perform. Of course, action performed has no body in action listener. However, when you implement that action listener in your class, it must be defined, and we have defined that. ഇനി ഈ ഇന്റീജർ ഡോട്ട് പാസിന്റെ നിങ്ങൾ അത്ര ബോധർ ചെയ്യണ്ട. എടുക്കാൻ ഗെറ്റ് സെലക്ടഡ് ഐറ്റം ഈസ് റെക്ടാങ്കിൾ. അതായത് ഇതിനകത്ത് ലിസ്റ്റ് ആയിരിക്കണം എടുത്തിരിക്കുന്നത്. ആ ലിസ്റ്റിൽ കുറെ ഐറ്റംസ് ആണ്. ഈ ഐറ്റത്തിൽ ഒന്ന് സെലക്ട് ചെയ്യുക. ഐറ്റം ഇങ്ങനെ ഒരു മെനു, ഇപ്പൊ നിങ്ങൾ മെനു ഒക്കെ ചെയ്യല്ലോ, മെനു പോലെ. ആ മെനുവിലെ ഒരു ഐറ്റം ആയ റെക്ടാങ്കിളിനെ നിങ്ങൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യും. ആ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന ഉടനെ ആ മൗസ് ക്ലിക്ക് ഒരു സോഴ്സാണ്. നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ഒരു സോഴ്സാണ്. എൽ ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം ഈസ് ലൈൻ. അപ്പൊ അവിടെ നമ്മൾ ഒരു ഈവന്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ഈവന്റ് വെച്ച് നമ്മൾ മുമ്പോട്ട് പോയി ഇത് വർക്കാണ്. അപ്പൊ ഇതാണ് ഈവൻ ഡയലോഗ്. അതായത് ആ ഒരു ഈവൻ ഡെലിഗേഷൻ മോഡൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ്. ഗെറ്റ് സെലക്ടഡ് ഐറ്റം ഈസ് ലൈൻ, എഫ് ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. ഗെറ്റ് സെലക്ടഡ് ഐറ്റം ഈസ് ഓവൽ, എഫ് ഈസ് ഈക്വൽ ടു 3 കൊടുത്തു. അപ്പം ഒന്നുകൂടെ പറയാം, AWT.star, applet.star ഇങ്ങനെ കുറെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്തു. പാക്കേജിൽ നിന്ന് കുറെ ക്ലാസ്സുകളുണ്ട്. ഇന്റർഫേസ് ആയിട്ടുള്ള സാധനമാണ് ആക്ഷൻ ലിസ്റ്റർ. അതിലെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന മെത്തേഡാണ് ആക്ഷൻ പെർഫോംഡ്. ആക്ഷൻ പെർഫോംഡ് അവിടെ ഡിക്ലെയർ ചെയ്യുക മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് ഇനി കൊണ്ടുവന്ന ക്ലാസ്സിൽ അത് ഡിഫൈൻ ചെയ്യും. ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ, സിഗ്നൽ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇനി ഇതിന്റെ തന്നെ വേറെ 1-2 പ്രോഗ്രാം കൂടെ നോക്കാം.
ഇത് കണ്ടോ, ഇത് ഒരു ഹ്യൂമൻ ഫേസ്. ഇത് റൺ ചെയ്താൽ ഒരു മനുഷ്യന്റെ ഫേസ് വരും. അപ്പൊ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ആക്ഷൻ ലിസണറൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലാസ് ഫേസ് എക്സ്റ്റൻസ് ആണ്. ഈ ക്ലാസ്സിന്റെ പേരാണ് നമ്മൾ ഫേസ് നോട്ട്. ഒരു ഹ്യൂമൻ ഫേസ് വരയ്ക്കുന്നതാണ് ഇത്. ഡ്രോ ഓവൽ, ഫില്ലോവൽ ഒക്കെ അതിന്റെ കമാൻഡ്സ് ആണ്, വരയ്ക്കാനുള്ള കമാൻഡ്സ് ആണ്. ഓവൽ വരയ്ക്കും, അതുപോലെ ഐ, ചുണ്ട്, ഇതൊക്കെ വരയ്ക്കും. അപ്പൊ ഫേസ് എക്സ്റ്റൻസ് ആപ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ എടുത്തു. ഫേസ് എക്സ്റ്റൻസ് ആപ്ലെറ്റ് സംശയിക്കാനൊന്നുമില്ല, സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഇതിനകത്ത് കുറെ പിന്നെ കോഡ് നമ്മൾ എഴുതി. കോഡ് എഴുതി കഴിഞ്ഞ് ആ പ്രോഗ്രാം ക്ലോസ് ആയി. ഇന്നലെ നമ്മൾ പഠിച്ചു ഔട്ടർ ബ്രാക്കറ്റ് കൊടുക്കുമ്പോഴത്തേന് പ്രോഗ്രാം ആ പ്രോസസ്സിന്റെ ഡെത്ത് ആകും. അത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ടർ ബ്രാക്കറ്റ് കൊടുത്തോടുകൂടി ആ പ്രോഗ്രാമിന്റെ ഡെത്ത് ആയി. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഇൻഹെറിറ്റൻസ് ഇത് ശ്രദ്ധിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ആണ്. ഇത് നമ്മൾ ക്ലാസ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഇത് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റുഡന്റിനെ നമ്മൾ ക്ലാസ് ഇലക്ട്രോണിക്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും. ഷുവർലി ഇറ്റ് വിൽ ബി എ സിംഗിൾ ഇൻഹെറിറ്റൻസ്. ക്ലാസ് ഇലക്ട്രോണിക്സ്, ക്ലാസ് സ്റ്റുഡന്റ്. ഇലക്ട്രോണിക്സിലേക്ക് സ്റ്റുഡന്റിനെ ഇൻഹെറിറ്റ് ചെയ്യും. അപ്പൊ റോൾ നമ്പർ ഇത് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ റോൾ നമ്പർ പബ്ലിക് ആയിരിക്കണം. പിന്നെ ജാവയില് ഇത് പിന്നെ ഡീഫോൾട്ട് പബ്ലിക് ആയതുകൊണ്ട് കുഴപ്പമില്ല, അത് ഇങ്ങോട്ട് വരും. റോൾ നമ്പർ ഇവിടെ വരും. അതുപോലെ തന്നെ ഡബിൾ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിന്റെ മാർക്ക് കോമൺ ആണ്. മനസ്സിലായി? അത് പ്രോജക്റ്റിന്റെ ഒരു സ്റ്റൈലാണ്. ഇംഗ്ലീഷിന്റെ മാർക്ക് കോമൺ ആണ്, പിന്നെ അത് ഇലക്ട്രോണിക്സിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് കൊണ്ടുവന്നിട്ടുമില്ല. അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ പഠിച്ച റീയൂസ്. റോൾ നമ്പറും ഇംഗ്ലീഷും ആ ബേസ് ക്ലാസ്സിൽ കിടക്കുകയാണ്. അത് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ഇലക്ട്രോണിക്സ് ഇങ്ങനെ ഈ ഇലക്ട്രോണിക്സ് വെച്ച് ടോട്ടൽ മാർക്ക് കാണാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അവിടെ റിട്ടേൺ ഇംഗ്ലീഷ്, മറ്റിടത്ത് ഇംഗ്ലീഷ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാരണം സ്റ്റുഡന്റിൽ ഒരു മാർക്കും ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, E1, E2, E3. ഇംഗ്ലീഷ് കോമൺ ആയതുകൊണ്ട് അതും അവിടെ പെടുത്തിയിരിക്കുക. ഇംഗ്ലീഷ് E1, E2, E3 കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ മാർക്ക് ഇവിടെ കാണിച്ചു. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എക്സ്റ്റൻസ് സ്റ്റുഡന്റ്, അവിടെയും ഇങ്ങനെ കൊടുത്ത് ഇത് കൊടുക്കുക. അപ്പം പബ്ലിക് ക്ലാസ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിടത്തേക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇൻഹെറിറ്റൻസിന്റെ കൺസെപ്റ്റ് നേരിട്ട് കാണുക. ആ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ചുമ്മാ ഒരു ഡയഗ്രാം മാത്രമേ വെച്ചുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുകയാണ് ഇൻഹെറിറ്റൻസ് ബേസ് ക്ലാസ് സ്റ്റുഡന്റ് അവിടെ നിന്ന് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരും. ഓക്കെ. അപ്പൊ നമുക്ക് അപ്പൊ ഇതിനകത്ത് ഇനി വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കുറെ കൺട്രോൾസ് ഉണ്ട്. ആ കൺട്രോൾസ് വെച്ചുള്ള പ്രോഗ്രാംസ് ഇനി വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഇന്റർഫേസിന്റെ ഒക്കെ വേറെ പ്രോഗ്രാംസ് ഉണ്ട്. എങ്ങനെ പാക്കേജസിന്റെ വേറെ പ്രോഗ്രാംസ് ഉണ്ട്. ശരിക്കും ഈ പ്രോഗ്രാംസ് ഒക്കെ എന്ന പ്രോഗ്രാമാണ്. ഷേപ്പ് വൺ എക്സ്റ്റൻസ് ആപ്ലെറ്റ്. ഈ ഐഡിയാസ് എല്ലാം മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റ് ഫീൽഡ് എന്നൊക്കെ പറയുന്ന GUI കമ്പോണൻസ് ക്ലാസ്സസ് ആണ്. നമ്മൾ ഇന്നലെ പഠിച്ച ആ ക്ലാസ്സിനെ ഇത് ചെയ്യുമ്പോൾ ക്ലാസ്സിനെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ആക്റ്റീവ് ആക്കുന്നതാണ് ഈ പറയുന്നത്. ബട്ടൺ പ്രസ് ചെയ്ത് ഇതിനെ ആക്റ്റീവ് ആക്കും. അതായത് ഇതെന്താ,
ആക്ഷൻ പെർഫോംഡ്. ഈ ആക്ഷൻ പെർഫോംഡ് എപ്പം വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മെത്തേഡ് സിഗ്നൽ ചെയ്യും. ബട്ടണോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ആക്ഷൻ ലിസ്റ്റർ. ഇതുപോലെ തന്നെ വേറെ കൺട്രോളുണ്ട്, ചെക്ക് ബോക്സ്. അതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഐറ്റം ലിസ്റ്റർ, ചോയ്സ് ഐറ്റം ലിസ്റ്റർ, എൽ മറ്റേ ലിസ്റ്റ് ഐറ്റം ലിസ്റ്റർ. പിന്നെ നമ്മുടെ മൗസ് കീബോർഡ് ഇതൊക്കെ യൂസ് ചെയ്യാം. കീബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, കീബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫിഗേഴ്സ് കൊണ്ടുവരാം. നമ്മൾ ചുമ്മാ കീബോർഡ് ഇങ്ങനെ മാറ്റിയാൽ മതി, അതിനനുസരിച്ച് ഫിഗേഴ്സും മെസ്സേജും ഇവിടെ വരും. അവിടെ മൗസ് ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ മറ്റിടത്ത് കീ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസ്, വിൻഡോയുടെ കാര്യത്തിൽ വിൻഡോ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസ്. നമുക്കിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടന്റെ ഇന്റർഫേസ് ആണ് ആക്ഷൻ ലിസണർ. ഈ ആക്ഷൻ ലിസണറിൽ നിന്നാണ് ഈ ആക്ഷൻ പെർഫോംഡ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തേത് ഒരു ജനറൽ ആയിട്ടുള്ള ഇതുകൾ ഇന്നത്തെ നോക്കാം. അതായത് ഈവന്റ്, അതായത് ഈവന്റ് എന്ന് പറയുന്നത് ആക്ഷൻ ഈവന്റ്, പിന്നെ അതുപോലെ തന്നെ ഐറ്റം ഈവന്റ്. നമ്മൾ മുമ്പേ കണ്ടു, നമ്മൾ മുമ്പേ കണ്ടു കഴിഞ്ഞപ്പോഴേ ആക്ഷൻ പെർഫോമിനകത്ത് നമ്മൾ ആക്ഷൻ ഈവന്റ് എന്നൊരു സാധനം കണ്ടു. അതൊരു ക്ലാസ്. ഈ ആക്ഷൻ ഈവന്റിനെ പറ്റി തന്നെയാണ് നിങ്ങളെ നോട്ടിലും പറയുന്നത്. അതാണ് ഈവന്റ്. റിസൾട്ട് ഓഫ് സം ട്രിഗർ, ടൈം ഡിപ്പെൻഡന്റ് ബിഹേവിയർ ഓഫ് സിസ്റ്റം. ഈവൻ ക്യാൻ ബി സംതിങ് ഹാപ്പൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. റിസൾട്ട് ഓഫ് സം ട്രിഗർ. അപ്പൊ ഇവിടെ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഉണ്ടായ ട്രിഗർ ആണ് ആക്ഷൻ ഇവന്റ്. മനസ്സിലായത്? ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഉണ്ടായ ട്രിഗർ ആണ് ഈ പറയുന്ന ആക്ഷൻ ഇവന്റ് എന്ന് പറയുന്നത്. പിന്നെ ഡൈനാമിക് മോഡൽ ആണ്. ഡൈനാമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ചേഞ്ചസ് വിത്ത് ടൈം, ഡിസ്ക്രൈബ്സ് ഓപ്പറേഷൻ ദാറ്റ് ഒക്കർ ഇൻ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലി. ഇത് തന്നെ പറയാം, എക്സ്റ്റേണൽ സ്റ്റിമുലി ബട്ടണിൽ നടത്തിയ പ്രസ്സിങ്, ആ പ്രസ്സിങ്ങിനോട് ഇത് റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായി? ആ പ്രസ്സിങ്ങിനോട് ഇത് ഇതാണ് ഡിസ്ക്രൈബ്സ് ഓപ്പറേഷൻ ദാറ്റ് ഒക്കർ ഇൻ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലി. അതായത് പുറത്തുള്ള ആ സ്റ്റിമുലിയോട് ഇത് റെസ്പോണ്ട് ചെയ്യും, ബട്ടൺ പ്രസ്സിനോട്. ഇത് ഡൈനാമിക് മോഡലാണ്. ചുമ്മാ അങ്ങനെ ഈ ക്ലാസ് മാത്രം എഴുതാൻ സ്റ്റാറ്റിക് മോഡലാണ്. നേരെ മറിച്ച് ഇത് ആക്റ്റീവ് ആയിട്ട് വന്നു, ബട്ടൺ പ്രസ് ചെയ്തു, ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന മെത്തേഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഷുവർലി ദാറ്റ് ഈസ് അണ്ടർ ഡൈനാമിക് സ്ട്രക്ചർ. ഈവന്റ് റെപ്രസെന്റ് എക്സ്റ്റേണൽ സ്റ്റിമുലി. ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ടു ബട്ടൺ ക്ലിക്ക്. ഇതുപോലെ തന്നെ മൗസ് ക്ലിക്കും. ഇതൊക്കെ നിങ്ങളുടെ നോട്ടിൽ പറയുന്നുണ്ട്. ബട്ടൺ ക്ലിക്ക്, മൗസ് ക്ലിക്ക്, ഈ എക്സാമ്പിൾ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് ഈവന്റ്സ്. ഓക്കെ, ഈ സ്റ്റേറ്റ് എന്ന് അതിന് നോട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് എന്ന് ഇതിനകത്ത് പറയുന്നത് വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ക്ലാസ് സ്റ്റുഡന്റിന് റോൾ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ വെറുതെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റേറ്റ് അല്ല. നേരെ വെച്ച് റോൾ നമ്പർ 100 എന്ന് കൊടുത്തു, സാലറി 50,000 എന്ന് കൊടുത്തു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് സ്റ്റേറ്റ് വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്. അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ കണ്ടല്ലോ, മുമ്പേ കണ്ടതിനകത്ത് ഇപ്പം വാല്യൂസ് കൊടുക്കുന്നുണ്ട്. വാല്യൂസ് കൊടുക്കുന്ന പ്രോഗ്രാംസ് മുകളിലുണ്ട്. ഇൻഹെറിറ്റൻസ് വരുമ്പോൾ ഞാൻ ഒന്നുകൊണ്ടൊന്ന് കാണിക്കാം. അതായത് സ്റ്റേറ്റ് ഡയഗ്രാം, അവിടെ എംഫസിസ് ഓൺ ഈവൻസ് ആൻഡ് സ്റ്റേറ്റ്സ്. അവിടെ എംഫസിസ് കൊടുക്കുന്നത് ഈവൻസിനും സ്റ്റേറ്റ്സിനുമാണ്. ഈവന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ, ബട്ടൺ ക്ലിക്ക്, ചെക്ക്, ആ ഒരു സാധനം മാത്രമാണ് പിന്നെയും പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈവൻസ്. ശ്രദ്ധിക്കണം, ഹാസ് നോ സ്പെസിഫിക് ടൈം ഈവന്റിന്. അതായത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇന്ന സമയത്ത് അത് എടുത്തോണമെന്നൊന്നുമില്ല. ക്ലിക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം, ബട്ടൺ ക്ലിക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം.
അതാണ് പറയുന്നത് ഹാസ് നോ സ്പെസിഫിക് ടൈം. രണ്ട് ഈവൻസിന് ക്യാൻ ടേക്ക് പ്ലേസ് അറ്റ് ദ സെയിം ടൈം. ഇപ്പൊ ഒരു ബട്ടൺ ക്ലിക്കിനും ഒരു ചെക്ക് ബോക്സ് ചേഞ്ചിനും രണ്ട് സമയത്തും ഒരേ സമയത്ത് വർക്ക് ചെയ്യാം. കാരണം ബട്ടൺ ക്ലിക്ക് എന്ന് എഴുതി ചേഞ്ച് എന്ന് എഴുതി അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും, അതല്ല ഒന്ന് കഴിഞ്ഞിട്ട് വേറൊന്ന്. ഇപ്പൊ നമ്മൾ കണ്ടത് അങ്ങനത്തെ ഒരു ബട്ടൺ ക്ലിക്ക് കൊടുത്തു എന്നിട്ട് നോക്കിയിട്ട് ചെക്ക് ബോക്സ് ഗെറ്റ് സെലക്ടഡ് ഐറ്റം പറഞ്ഞു. അപ്പൊ ആദ്യ ക്ലിക്ക് ഉണ്ടായി, പിന്നെ നമ്മൾ ലിസ്റ്റിൽ നിന്നും ഐറ്റത്തിനെ സെലക്ട് ചെയ്തു. അപ്പം രണ്ട് ഈവൻസ് അവിടെ വൺ ആഫ്റ്റർ അനദർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ എനി ടു ഈവൻസ് മേ ബി ഇൻഡിപെൻഡന്റ് ആസ് വെൽ ആസ് ഡിപെൻഡന്റ്. അതായത് ഒരു ബട്ടൺ ക്ലിക്കും അതുപോലെ ഒരു ചെക്ക് ബോക്സ് ചേഞ്ചും വേറെ വേറെ ആകാം. ബട്ടൺ ക്ലിക്കിനകത്ത് തന്നെ മറ്റേത് പറയുമ്പം അത് കഴിഞ്ഞിട്ടേ ഇത് വരുന്നുള്ളൂ. ആ ബട്ടൺ ക്ലിക്കിനനുസരിച്ചാണ് ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം വരുന്നതെങ്കിൽ അത് ഡിപെൻഡന്റ് ആണ്. പിന്നെ ഒബ്ജക്ട് സെൻഡിങ് ഈവൻ ടു അനദർ ഒബ്ജക്ട് മേ എക്സ്പെക്ട് എ റിപ്ലൈ വിൽ ബി എ സെപ്പറേറ്റ് ഇവന്റ്. അതായത് ഒരു ഒബ്ജക്റ്റ് സെൻഡ് ചെയ്യുന്നു, ഇപ്പം ബട്ടൺ ക്ലിക്ക് ചെക്ക് ബോക്സിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ആ ബട്ടൺ ക്ലിക്ക് അതിന്റെ ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. ആ റിസൾട്ട് ആണ് ഗെറ്റ് സെലക്ടഡ് ഐറ്റം. ആ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് വെയിറ്റ് ചെയ്യും. എന്തിനാണ്? അതിനടിയിൽ എഴുതിയിരിക്കുന്ന കോഡ് നോക്കും. ആ കോഡിൽ ഐറ്റം സെലക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇത് നോക്കുന്നത്. ഐറ്റം സെലക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ നോട്ടത്തിനെ പറ്റിയാണ് ഈ പറയുന്നത് റിപ്ലൈ വിൽ ബി എ സെപ്പറേറ്റ് ഇവന്റ്. ആൻ ഒബ്ജക്ട് സെൻഡിങ് ആൻ ഈവന്റ് ടു അനദർ ഒബ്ജക്ട് മേ എക്സ്പെക്ട് എ റിപ്ലൈ. ഈവന്റ് ക്ലാസ്. ആക്ഷൻ ഈവന്റ് എന്ന് നമ്മൾ ആ എക്സാമ്പിളിൽ പറഞ്ഞു. ആക്ഷൻ ഈവന്റ് പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡിൽ നമ്മൾ ആക്ഷൻ ഈവന്റ് എന്നൊരു ഇത് വന്നു. ആ ആക്ഷൻ ഈവന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഈവന്റ് ക്ലാസ്. ആക്ഷൻ ഈവന്റ് എന്ന് പറയുന്നത് നോട്ട് ആൻ ഇന്റർഫേസ്. ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ്. ആക്ഷൻ ഈവന്റ് ഇന്റർഫേസ് അല്ലാത്ത ക്ലാസ് ആയതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ പെർഫോംഡിനകത്ത് നമുക്ക് ആക്ഷൻ ഈവന്റ് ഇ എന്ന് എഴുതാൻ പറ്റിയത്. അത് ആക്ഷൻ ലിസണർ ആയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ഇന്റർഫേസ് ആൻഡ് വി കനോട്ട് സേ ആക്ഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആക്ഷൻ ലിസണർ ഇ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ് and it is a sort of abstract class, and an abstract class cannot declare an object. Event time, implicit attribute of all events. ഒരു particular ടൈമിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. Events convey data or signal. അത് ഡേറ്റയോ സിഗ്നലോ കൊടുക്കും. ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു സിഗ്നലാണ്. ഡേറ്റ കൊടുക്കുന്ന ഈവന്റ് ഉണ്ട്. ഈവന്റ് ക്ലാസ് ആട്രിബ്യൂട്ട് ബട്ടൺ ക്ലിക്ക്, മൗസ് ക്ലിക്ക്. ബട്ടൺ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്, മൗസ് എന്ന് പറയുന്നതും ഒരു ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ബട്ടൺ ക്ലിക്കും മൗസ് ക്ലിക്കും ആ ഈവന്റ് ക്ലാസ്സുകളാണ്. Scenario എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ഈവൻസ് ദാറ്റ് occur during one particular execution of a time may include all events or some particular events. ഒരു ഡിസ്ക്രിപ്ഷൻ. State a condition during life of an object or an interaction or some performance or wait for some events to occur. ഒരു വെയിറ്റ് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ മറ്റൊരെണ്ണമായിട്ടുള്ള ഇന്ററാക്ഷൻ ആവാം, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ ലൈഫ് ടൈമിലെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ. സ്റ്റേറ്റ്. ആക്ഷൻ അറ്റോമിക് ആൻഡ് നോൺ ഇന്ററപ്റ്റബിൾ. അതായത് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ കണ്ട ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആണ്, അറ്റോമിക് ആണ്, ഇൻസ്റ്റന്റ് ആണ്. അതിനകത്തൊരു ഇതില്ല, ഇടയ്ക്കൊരു ഇതില്ല, ഒരു അതിനിടയ്ക്ക് ഒരു എന്താ പറയണ്ടേ ഒരു ഇന്ററപ്റ്റ്. അത് ഈ ഇതിനകത്തല്ല. ഈവന്റിന്റെ ഒരു പ്രത്യേകതയാണ് there will not be an interrupt within the event. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അറ്റോമിക് എന്ന് പറയുന്നത്. നെസ്റ്റഡ് സ്റ്റേറ്റ്, ഓൺഗോയിങ് ആക്ടിവിറ്റി. അത് കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റി ആകാം, അല്ലെങ്കിൽ പെയർ ഓഫ് ആക്ഷൻസ് ആകാം. സ്റ്റേറ്റിന് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റും
ഫൈനൽ സ്റ്റേറ്റും ഉണ്ട്. ഏത് സ്റ്റേറ്റിനും അതുണ്ട്. ട്രാൻസിഷൻ ടു ഫൈനൽ സ്റ്റേറ്റ് റെപ്രസെന്റ് കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി. ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്കുള്ള മാറ്റമാണ് കണ്ടീഷൻ. കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി ട്രിഗേഴ്സ് കംപ്ലീഷൻ ഓഫ് ഈവൻറ്റ്സ്. ബട്ടൺ ക്ലിക്ക് തന്നെ ഒരു കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റിയാണ്. അത് ഒരു ആക്ഷൻ ഈവന്റ് എന്ന് പറയുന്ന ഒരെണ്ണത്തിനെ അത് ട്രിഗർ ചെയ്യും. ഒരു ബട്ടൺ ക്ലിക്ക് ആക്ഷൻ ഈവന്റ് എന്ന് പറയുന്ന ഈവന്റിനെ ട്രിഗർ ചെയ്യും. ആക്ടിവിറ്റി ബട്ടൺ ക്ലിക്ക്, കംപ്ലീഷൻ ഓഫ് ഈവന്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഈവന്റ്. ഇത് കമ്പാർട്ട്മെന്റ്സ് ഇൻ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റിന് ഒരു പ്രത്യേകത അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈവന്റ് ഈസ് അറ്റോമിക്. ദർ ഇസ് നോ ഇന്ററപ്ഷൻ വിത്തിൻ ആൻ ഈവന്റ്. ബട്ട് ഇഫ് യു കൺസിഡർ എ സ്റ്റേറ്റ്, there will be an interrupt, there will be a stage. ഒരു സാധാരണ ലൈഫിൽ നിന്ന് എടുത്ത ഒരു ഇതാണ് ഇവിടെ പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് വരയ്ക്കുന്ന സമയത്ത് ബുൾസ് ആയി കൊണ്ടാണ് ഇത് എൻഡ് ചെയ്യിക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫീൽഡ് സർക്കിൾ കൊണ്ടാണ്. ആദ്യം ഇത് വന്ന് ബസ് സ്റ്റാൻഡ് 1-ൽ വരുന്നു, യാത്ര ചെയ്യുന്ന സാധാരണ ഒരു കാര്യം. പിന്നെ ബസ് സ്റ്റാൻഡ് 2-ൽ വരുന്നു. സിമ്പിൾ എക്സാമ്പിൾ തന്നെ കാണിച്ചുള്ളൂ. ഇത് ആക്ച്വൽ പ്രോഗ്രാമിംഗ് ഇങ്ങനെയല്ല, കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഇതിന്റെ സ്റ്റൈൽ ഇതാണ്. ഒരു സ്റ്റേറ്റിൽ ഇന്ററപ്ഷൻ ആവാം, but in an event there must not be an interruption. Event is atomic. State chart diagram shows possible states of objects and transition that causes a change in state. State machine is a graph. State machine നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. യൂസ് കേസിൻ്റെത്, പിന്നെ ഒബ്ജക്റ്റിൻ്റെത്, ഇതുപോലുള്ള എല്ലാത്തിൻ്റെയും ഡൈനാമിക് ബിഹേവിയർ കാണിക്കുന്നതാണ് സ്റ്റേറ്റ് മെഷീൻ. അത് തന്നെ ഇവിടെ പറയുന്നത് ഇസ് എ ഗ്രാഫ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ റെസ്പോൺസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ഗിവൺ ക്ലാസ് ടു ദ റിസീപ്റ്റ് ഓഫ് ഔട്ട്സൈഡ് സ്റ്റിമുലി. അതായത് അതിന്റെ ഒരു ഡൈനാമിക് ബിഹേവിയർ ഈ പറഞ്ഞതിനെല്ലാം, ഒബ്ജക്റ്റിന്റെ മാത്രമല്ല, യൂസ് കേസിൻ്റെതും ഇന്റർഫേസിന്റെ പാക്കേജിന്റെ എല്ലാം ഡൈനാമിക് ബിഹേവിയർ അത് കാണിക്കും. എലമെന്റ്സ് ഓഫ് എ സ്റ്റേറ്റ് ഡയഗ്രാം. ഒന്ന് ഇനീഷ്യൽ സ്റ്റേറ്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ ഇവിടെ വരുന്നത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ആൻ ഇൻസ്റ്റന്റ്. പിന്നെ ട്രാൻസിഷൻ, ഒരു ആരോ കാണും ഇൻഡിക്കേറ്റിംഗ് ട്രാൻസിഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഒബ്ജക്റ്റ്. ഹിസ്റ്ററി സ്റ്റേറ്റ്. ഹിസ്റ്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്ന സ്റ്റേറ്റ് ആണ്. ലാസ്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്ന സ്റ്റേറ്റ്. ലാസ്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇത് ആക്ച്വലി ഇതിൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം യൂട്യൂബ് ഒക്കെ നോക്കുന്ന സമയത്ത് ഹിസ്റ്ററി എടുക്കും. അപ്പൊ ശരിക്കും ഇതാണ് അവിടെ നടക്കുന്നത്. ആ ഹിസ്റ്ററിയെ ലാസ്റ്റ് ആക്റ്റീവ് സ്റ്റേറ്റ് ആയിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങോട്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ ആ ലാസ്റ്റ്, എന്നിട്ട് അതിന്റെ ആ ഓർഡറിൽ ഇത് ഇങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യണം. അത് നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ കാണിക്കുന്ന ഒരു സർക്കിളിനകത്ത് എച്ചെന്ന്. ഈവന്റ് ആൻഡ് ആക്ഷൻ, എ ട്രിഗർ ദാറ്റ് കോസസ് ട്രാൻസിഷൻ ടു ഒക്കർ. ഒരു ഈവന്റ് ദാറ്റ് കോസസ് ട്രാൻസിഷൻ ടു ഒക്കർ. ബട്ടൺ ക്ലിക്കിൽ ഒരു ട്രാൻസിഷൻ സംഭവിക്കുകയാണ്, അതൊരു ഈവന്റ്. സിഗ്നൽ എന്ന് പറയുന്നത് മെസ്സേജ് സെൻഡ് ബൈ ആൻ ഈവന്റ്. ഫൈനൽ സ്റ്റേറ്റ്, എൻഡ് ഓഫ് ഡയഗ്രാം. രണ്ട് ഒബ്ജക്റ്റിന് അവയുടെ സ്റ്റേറ്റുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. ഇത് ശരിക്കും ആക്ച്വലി ദ ഐഡിയ കംസ് ഫ്രം ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടി ത്രെഡിങ്. മൾട്ടി ത്രെഡിങ്ങിൽ ഡിഫറെന്റ് ഒബ്ജക്ട്സ്, മൾട്ടി ത്രെഡിങ്ങിന്റെ പ്രത്യേകത എന്താണ്? സൈമുൾട്ടേനിയസ് ആക്ഷൻ, ലൈറ്റ് വെയിറ്റ് മൾട്ടി ടാസ്ക് അല്ലെ, ഒരു ഇല്യൂഷൻ. എന്നാൽ ശരിക്കും ഇത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ഇല്യൂഷൻ, ഒരു ത്രെഡ്, എല്ലാ ത്രെഡും സൈമുൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആക്ച്വലി ഇല്ല, കാരണം ഭയങ്കര സ്പീഡിൽ സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹ്യൂമനൈക്ക് അത് ഇതാണെന്ന് തോന്നുന്നതാണ്. ഏതായാലും കൺകറന്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത് ഒബ്ജക്ട് ക്യാൻ ചേഞ്ച് സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ്ലി. ഏതായാലും ത്രെഡിങ്ങിന്റെ സമയത്ത് അറ്റ്ലീസ്റ്റ് ഇൻ അപ്പിയറൻസ് ദേ ആർ കൺകറന്റ് ഒബ്ജക്ട്. അതായത് ഒരു രണ്ട് ഒബ്ജക്റ്റുകൾ സൈമുൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ത്രെഡിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം ഇതിനു മുമ്പ്. സീക്വൻസിങ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഈവൻസ് ആണ് ഡൈനാമിക് മോഡലിൽ വരുന്നത്. സീക്വൻസിങ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഈവൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്.
ഇതെല്ലാം കൂടെ വിചാരിച്ചുകൊണ്ടും ആ പ്രോഗ്രാം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ. ഇത് ഇന്റർഫേസിന്റെ ഒരു പ്രോഗ്രാമാണ്. ഈ ഇന്റർഫേസിന്റെ പ്രോഗ്രാമില് നമ്മൾ ഫസ്റ്റ് ഇന്റർഫേസ് ഏരിയ എന്നൊരു ഇന്റർഫേസ് ഡിക്ലെയർ ചെയ്യും. അതിനകത്ത് കണ്ടോ മെത്തേഡ്. ഈ മെത്തേഡിൽ ദർ ഇസ് നോ ബോഡി അല്ലെ. ഏരിയ എന്ന് പറയുന്ന മെത്തേഡില് നോ ബോഡി. അതുപോലെ തന്നെ പിന്നെ വേറെ ഇന്റർഫേസ് കൊടുത്തു വോളിയം. ആക്ച്വലി ദർ ഇസ് നോ ബോഡി. ഇവിടെ there is an interface area with an abstract method, abstract അല്ല, do nothing method, double area. അതുപോലെ interface volume, there is a do nothing function, double area. ഇത് രണ്ടും ഇന്റർഫേസുകളാണ്. ഈ ഇന്റർഫേസുകളിൽ മെത്തേഡ്സ് ഉണ്ട്. they are not defined, only declared. ഇതുണ്ടോ, ആ സിലിണ്ടർ എന്നൊരു ക്ലാസ് നമ്മൾ പറഞ്ഞു. ആ ക്ലാസ്സിലേക്ക് ഏരിയയും വോളിയവും വിളിച്ചു ഇംപ്ലിമെന്റ് ചെയ്യാൻ. 6 വെച്ചും ഡിക്ലെയർ ചെയ്തു സിലിണ്ടറിനകത്ത്. അത് കൺസ്ട്രക്ടർ ഒക്കെ ഉള്ളതാണ്, അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ആണ് കൺസ്ട്രക്ടർ. ഇവിടെ ഡബിൾ ഏരിയ, ഇന്റർഫേസിലെ ഡബിൾ ഏരിയ, ഇന്റർഫേസിലെ വോളിയം, അവിടെ നമ്മൾ വെറുതെ എഴുതിയിട്ടേ ഉള്ളൂ. ഇവിടെ വി ഹാവ് ഡിഫൈൻഡ് ഇറ്റ്. ഓക്കെ. ഓരോന്നിലും ഏരിയ എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ പയാസ് 2πRH ഏരിയയും πr² എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ആ ഇന്റർഫേസിൽ ആക്ച്വലി ഏരിയ 1 ആൻഡ് വോളിയം 1 ആർ ഡിക്ലെയർഡ്, ബട്ട് ദേ ആർ നോട്ട് ഡിഫൈൻഡ്. ഹിയർ വി ഹാവ് റീഡിഫൈൻഡ് ഇറ്റ്. അപ്പൊ ഞാൻ കാര്യം ചോദിക്കാം, ഈ നമ്മുടെ ക്ലാസ് ഇന്റർഫേസ് ഏരിയ ഇല്ലേ, ഇപ്പൊ ഈ ക്ലാസ് സിലിണ്ടറിൽ സപ്പോസ് ഇവിടെ നിങ്ങൾ യാതൊന്നും ഡിക്ലെയർ ചെയ്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക, ഡിഫൈൻ ചെയ്തില്ലായിരുന്നു, വെറുതെ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ക്ലാസ് സിലിണ്ടർ എന്ത് ടൈപ്പ് ക്ലാസ് ആയി? സപ്പോസ് ഏരിയ ഫംഗ്ഷൻ was not defined, it was again do nothing function here. This is class cylinder. Then class cylinder will be an എന്ത് പറയാം, ഒരു ഇന്റർഫേസിലെ മെത്തേഡിനെ, ആ ഇന്റർഫേസിനെ മെത്തേഡിനെ നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ആ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് ഇന്റർഫേസിൽ ഒരു മെത്തേഡ് ഉണ്ട്, ഏരിയ, നമ്മൾ വെറുതെ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യും. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഇവിടെ നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ആ ക്ലാസ് എന്ത് ടൈപ്പ് ക്ലാസ്? ക്യാൻ യു സീ? എന്ത് ടൈപ്പ് ക്ലാസ്? surely it will be an abstract class. Interface is an abstract class. So if you are not going to redefine the do nothing function, then your class will again become abstract. So,
ഇതുപോലൊരു ഈവന്റ് ആണ് ഈ പറയുന്നത്. മൗസ് ശ്രദ്ധിച്ചു നോക്കാം. മൗസ് ലിസണർ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റും പറയുന്നില്ല, നമ്മുടെ മൗസ് വെറുതെ വെളിയിൽ വെച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിൽ ഈ മൗസിനെ ക്ലിക്ക് ചെയ്താൽ ഈ മെസ്സേജ് കിട്ടും, മൗസ് ക്ലിക്ക്. അതുപോലെ തന്നെ മൗസിന്റെ ഏതെങ്കിലും ലെഫ്റ്റ് ഇത് എൻ്റർ ചെയ്യുക, റൈറ്റ് എൻ്റർ ചെയ്യുക, അങ്ങനെ എൻ്റർ ചെയ്താൽ ഉടൻ തന്നെ മൗസ് എൻ്റേഡെന്ന് മെസ്സേജ് വരും. മെത്തേഡ് ശ്രദ്ധിക്കുക. മൗസ് ക്ലിക്ക് ഇത് ഒരു മെത്തേഡാണ്. ഈ മൗസ് ഈവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞ ഈവന്റ് ക്ലാസ്. മൗസ് ഈവന്റ് എന്ന് പറയുന്നത് കുറച്ചു മുമ്പേ പറഞ്ഞ ഈവന്റ് ക്ലാസ്. ആ ഈവന്റ് ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ആണ് എം എന്ന് പറയുന്നത്. എന്നിട്ട് മൗസ് ക്ലിക്ക് എന്ന് പറയും. ശ്രദ്ധിച്ചത് കണ്ടോ, മൗസ് ക്ലിക്കിന് താഴെ റീപെയിന്റ് കൊടുക്കും. റീപെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് പെയിന്റ് ചെയ്താൽ മെസ്സേജ് ഡിക്ലെയർ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ മൗസ് ക്ലിക്ക് എന്ന് പറയുന്ന ഈവന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഈവന്റ് ആണ് മൗസ് ക്ലിക്ക്. ഇതാണ് രണ്ട് ഈവന്റ്, ഒരു ഈവന്റിന് ശേഷം വരുന്ന മറ്റൊരു ഈ റീപെയിന്റ്, സോറി ഇത് കഴിഞ്ഞ് മെത്തേഡാണ് റീപെയിന്റ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന മെത്തേഡാണ് റീപെയിന്റ്. അപ്പം ക്ലിക്ക് കഴിഞ്ഞ് സക്സസീവ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ആക്ഷൻ, സെക്കൻഡ് ആക്ഷൻ, ഇത് ഉറപ്പായിട്ട് ഒരു ആക്ഷൻ ഡയഗ്രാം വരുമ്പം ആദ്യം മൗസ് ക്ലിക്കും പിന്നെ റീപെയിന്റും. ഇതാണ് നമ്മുടെ അവിടുത്തെ കൺസെപ്റ്റ്. ഇതാണ് ത്രെഡിനെ പറ്റിയുള്ള കൺസെപ്റ്റ്. ഇവിടെ ഉണ്ട് ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ എന്ന് പറയുന്ന ഒരു ത്രെഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ത്രെഡ് 3 ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, T1, T2, T3. അപ്പം ഈ T1ഉം T2ഉം T3 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മുമ്പേ സംഭവിക്കുന്ന കുറച്ചു മുമ്പേ നമ്മൾ വേണ്ട നോട്ട് എക്സിക്യൂട്ട് ആവും, കൺകറന്റ് ഒബ്ജക്റ്റ് ആവും. ഓരോ ഒബ്ജക്റ്റ് ഇപ്പൊ ന്യൂ ബട്ടണിൽ പ്രസ് ചെയ്തു, ബി സീക്രട്ട് ന്യൂ ബട്ടൺ സ്റ്റാർട്ട് ത്രെഡ് എന്ന് കൊടുത്തു. അപ്പൊ ആ ബട്ടണെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ത്രെഡ് ആക്റ്റീവ് ആവും, ഫസ്റ്റ് ത്രെഡ്, പിന്നെ സെക്കൻഡ് ത്രെഡ്, പിന്നെ തേർഡ് ത്രെഡ്. ഈ 3 ത്രെഡും ആക്റ്റീവ് ആവും. ഈ 3 ത്രെഡും ആക്റ്റീവ് ആയി കഴിഞ്ഞ് ഈ ത്രെഡിന് നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ സ്ലീപ്പ് കൊടുക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡിലേ എന്നൊരെണ്ണം ആദ്യം നമ്മൾ പറഞ്ഞു, നിങ്ങൾ നോട്ടിലുണ്ട് ആ ഡിലേ. ആ ഡിലേ എന്ന് പറയും, ആ ഡിലേ അനുസരിച്ച് 100 മില്ലി സെക്കൻഡ്, 200 മില്ലി സെക്കൻഡ് ഇങ്ങനെ വന്നിട്ടുള്ള ഡിലേയിൽ ഇത് വർക്കാവും. അത് അത് ഈ 3 സൈമിൾട്ടേനിയസ് ആയിട്ടാണ് വർക്കാകുന്നത്. ഈ T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ T1 വർക്കാവും, T2 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അത് വർക്കാവും, T3 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അത് വർക്കാവും. അത് വർക്കായി കഴിയുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇത് ഇതിന് കൊടുക്കുന്ന, കാരണം നമ്മുടെ ജാവ പ്രോഗ്രാമിംഗ് കൊടുക്കുന്ന ഒരു ഡിലേ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്ന ഒരു ഡിലേ ഉണ്ട്. പലപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിലേ ഈ ജാവ പ്രോഗ്രാമിംഗ് കൊടുക്കുന്ന ഡിലേ സൂപ്പർസീഡ് ചെയ്യും. അപ്പൊ അങ്ങനെ സൂപ്പർസീഡ് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ ശരിക്കും എക്സിക്യൂട്ട് ചെയ്യല. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെത്തേഡ് കൊടുക്കും. ആ മെത്തേഡിന്റെ പേരാണ് സിങ്ക്രോണൈസ്. സിങ്ക്രോണൈസ് ഇന്നലെ നമ്മൾ കണ്ടതാണ് മെത്തേഡ്. സിങ്ക്രോണൈസ്ഡ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കൊടുക്കും. ഈ സിങ്ക്രോണൈസ്ഡ് എന്നുള്ള മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ, suppose a function is declared as synchronized and it goes under a thread, it will remain under that particular thread until the completion happens. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു പോർഷന്റെ ഒരു കംപ്ലീഷൻ, ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യും, മറ്റേ പാർട്ട് കംപ്ലീറ്റ് ചെയ്യല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്ക്രോണൈസ്ഡ് എന്ന് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത് വായിക്കുമ്പം ഇത്രയും സംഗതികൾ, ഈ നോട്ട്സ് എല്ലാം ഒന്ന് റെഫർ ചെയ്യുക. അപ്പം ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ സിഗ്നൽ ഇതെന്ന് പറയുന്നത്. ആ സിഗ്നലിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈവൻസ്
ഓരോ മെത്തേഡായിട്ട് നോക്കാം. ഈവൻസ്, റിസൾട്ട് ഓഫ് സം ട്രിഗർ, ടൈം ഡിപ്പെൻഡന്റ് ബിഹേവിയർ, ഒരു ടൈം കഴിയുമ്പോൾ അത് കഴിഞ്ഞു. പിന്നെ സ്റ്റാറ്റിക് സ്ട്രക്ചർ, സ്ട്രക്ചർ ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ് ഓവർ ടൈം. ഇത് ഡൈനാമിക് മോഡൽ, ദാറ്റ് ചേഞ്ചസ് വിത്ത് ടൈം. പിന്നെ ഈവൻസ്, ബട്ടൺ ക്ലിക്ക്, ഇതുപോലത്തെ കാര്യം. സ്റ്റേറ്റ്, വാല്യൂ ഓഫ് ഒബ്ജക്റ്റ്, സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാമിൽ എപ്പോഴും എംഫസിസ് ഈസ് ഓൺ ഈവൻസ് ആൻഡ് സ്റ്റേറ്റ്. പിന്നെ ഈവന്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഓറിയന്റഡ് റിസൾട്ട്. എക്സാമ്പിൾ മൗസ് ക്ലിക്ക്. മൗസ് ക്ലിക്ക് ഇപ്പോൾ നമ്മൾ കണ്ടു. പിന്നെ ഇത് റിയൽ ലൈഫിൽ ഒരെണ്ണം പറയാൻ, പ്ലെയിൻ റൈറ്റ് ഓണേ. ഈവന്റ് എന്ന് പറഞ്ഞാൽ ഹാസ് നോ സ്പെസിഫിക് ടൈം. ഒരു മൗസിനെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് നിർത്താം, ഒരു ബട്ടണെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യും. ഈവന്റ്, 2 events can take place at same time. ഇവിടെ ഈവൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ ആ നോട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇതാണ് ഇന്ന് നോട്ടിനകത്ത് പറയുന്നുണ്ട്. ഡൈനാമിക് മോഡൽ ഷോസ് ദ ടൈം ഡിപ്പെൻഡന്റ് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കുക. വാട്ട് ആപ്ലിക്കേഷൻ ടു ഡു, വാട്ട് ദേ വിൽ. ഇപ്പൊ ആ നോട്ട്സ് ചെയ്യാമെന്ന് വായിക്കാം. ഇതാണ് ടൈം ഡിപ്പെൻഡന്റ് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം ആൻഡ് ലോജിക്കൽ കറക്റ്റ്നെസ് ഓഫ് ഈവൻസ്, ഡൈനാമിക് മോഡല് ഓപ്പറേഷന്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്. മൗസ് ബട്ടൺ ക്ലിക്ക്, അത് ലെഫ്റ്റോ റൈറ്റോ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അത് വരും. ഇത് ഈവൻ ക്ലാസ്സസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ആൻ ഒബ്ജക്റ്റ്, ശ്രദ്ധിക്കുക, 2 events that are unrelated and occur simultaneously are known as concurrent events. അതായത് രണ്ടെണ്ണം ഒന്നിച്ച് തന്നെ നടക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് അല്ല. They do not affect each other. In a distribute, an object sending an event to another object may expect a reply, but the reply will be a separate event. അത് ശ്രദ്ധിക്കണം. ഒരു ഒബ്ജക്റ്റ് സെൻഡിങ് ആൻ ഈവന്റ്, ബട്ടൺ ആക്ഷൻ ഇവന്റ് അയക്കും. പിന്നെ ചെക്ക് ബോക്സ് ഐറ്റം ലിസണർ കൊണ്ട് റെസ്പോണ്ട് ചെയ്യും. അത് ഒരു സെപ്പറേറ്റ് ഈവന്റ് ആണ്. ഫസ്റ്റ് ഒബ്ജക്റ്റ് ഒരു ഈവന്റ്, ബട്ടൺ ആക്ഷൻ ഈവന്റ് അയക്കുന്നു, ചെക്ക് ബോക്സ് ഐറ്റം ഈവന്റ് തിരിച്ച് റെസ്പോണ്ട്. ഈവന്റ് ക്ലാസ്, ആക്ഷൻ ഈവന്റ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈവന്റ് ക്ലാസിന്റെ. എവരി ഈവന്റ് ഈസ് എ യുണീക് ഒക്കറൻസ് ആൻഡ് ഈവന്റ് ക്ലാസ് ഈസ് എ നെയിം ടു ഇൻഡിക്കേറ്റ് കോമൺ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ. സം ഈവന്റ്സ് ആർ സിമ്പിൾ സിഗ്നൽസ്, but most event classes have attributes indicating information they convey. For example, events like train depart, which have attributes train number, class, city, etc. Not all attributes of object need to contribute attribute events. ഇവിടെ events time is an implicit attribute. അതിനെ എത്ര നേരം വർക്ക് ചെയ്യുന്നു എന്നുള്ള അത് ഇംപ്ലിസിറ്റ് ആണ്. Sometimes event refers to an event itself. Example of some events, mouse, അതായത് മൗസ് ബട്ടൺ എന്ന് പറഞ്ഞില്ല, മൗസ് ക്ലിക്ക്, ബട്ടൺ ക്ലിക്ക്, ഈ പറയുന്നതായിരിക്കും അതിന്റെ ഈവൻസ് ആയിട്ട് വരുന്നത്. പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ഇതില്ല. പിന്നെ സ്റ്റേറ്റില് ഇന്ററപ്ഷൻ ആകാം, ഈവന്റില് ഇന്ററപ്ഷൻ ആകത്തില്ല, പക്ഷെ സ്റ്റേറ്റില് ഇന്ററപ്ഷൻ ആകാം. ഓക്കെ,
അതെ, സ്റ്റേറ്റിൽ ഇന്ററപ്ഷൻ ആകാം. ആക്ഷൻസ് ആർ അറ്റോമിക് ആൻഡ് നോൺ ഇന്ററപ്റ്റബിൾ. ആക്ഷൻസ് എന്ന് പറയുന്നത് അറ്റോമിക് ആണ്, സ്റ്റേറ്റ് അറ്റോമിക് അല്ല. സ്റ്റേറ്റ് ആണ് ഞാൻ മുമ്പ് കാണിച്ച ആ ഫിഗറിനകത്ത് സ്റ്റേറ്റിന് 2 സ്റ്റേജ് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ പക്ഷെ ആക്ഷൻസ് ആർ അറ്റോമിക്. ആക്ഷന്റെ അകത്ത് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സ്റ്റേറ്റ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, ഡയഗ്രാംസിനെ പറ്റിയുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. എലമെന്റ്സ് ഓഫ് എ സ്റ്റേറ്റ് ഡയഗ്രാം, ഇത് ശ്രദ്ധിക്കുക. എലമെന്റ്സ് ഓഫ് എ സ്റ്റേറ്റ് ഡയഗ്രാം. അവിടെ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു. ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഇങ്ങനെ കാണിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെതാണ് ഇത്. ട്രാൻസിഷൻ, ഇങ്ങനെ ഒരു ഈവന്റ് ആക്ഷൻ ആയിട്ട് ട്രാൻസിഷൻ. ഹിസ്റ്ററി ഞാൻ മുമ്പേ പറഞ്ഞു, നിങ്ങളുടെ കഴിഞ്ഞ ആക്ഷൻ, ഇപ്പൊ ലാസ്റ്റ് ആക്ഷനെ സേവ് ചെയ്തിരിക്കുന്നതാണ് ഹിസ്റ്ററി. മറ്റേത് ഈവന്റ് ആൻഡ് ആക്ഷൻ, അതൊരു ആരോ വഴിക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ഈവന്റ് ആൻഡ് ആക്ഷൻ. അപ്പൊ ഈ ഫിഗർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈവന്റ് ആൻഡ് ആക്ഷൻ. ഇനി നിങ്ങൾക്ക് ഇതിനകത്തുള്ള വേറെ സംഗതി ഇതാണ് ഫങ്ഷൻ മോഡലിംഗ്. ഫങ്ഷൻ മോഡലിംഗ് എന്ന് പറയുന്നത് അതുകൂടെ നിന്ന് ഇത് ചെയ്യാം. ഫങ്ഷൻ മോഡലിംഗ്. ഈ ഫങ്ഷൻ മോഡലിംഗിൽ ഫങ്ഷൻ മോഡലിംഗ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് മോഡൽ ആൻഡ് ഫോക്കസസ് ഓൺ വേരിയസ് പ്രോസസ്സസ് ടു ബി പെർഫോംഡ് ഓൺ ഇൻപുട്ട് ഡേറ്റ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കുന്ന DFDs ആണ്. DFD എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗ്രാഫിക്കൽ ടെക്നിക് ദാറ്റ് റെപ്രസെന്റ് ആൻ എൻറ്റയർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് ഫെഡ് ടു ഇറ്റ്. അതായത് ഫീച്ചേഴ്സ് ഓഫ് ഇതെന്ന് പറയുന്നത്, അതിനകത്തൊരു DFDയിൽ ഒരു സർക്കിൾ കാണും, അതിനകത്താണ് പ്രോസസ്സിങ് കാണും. അതുപോലെ തന്നെ ഒരു ആരോ കാണും, റെപ്രസെന്റ് ആൻ ഇൻഫോർമേഷൻ ഫ്ലോ. പിന്നെ ഒരു റെക്ടാങ്കിൾ ആണ് ഒരു ആക്ടർ. ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഇടപെടുന്ന പേഴ്സൺ, ആ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഇന്ററാക്ട് ചെയ്യുന്ന പേഴ്സൺ ആണ് ആക്ടർ എന്ന് പറയുന്നത്. അപ്പം സർക്കിൾ DFDയിലെ പ്രോസസ്സിങ്ങിനെ കാണിക്കുന്നു, ആരോ ഇൻഫോർമേഷൻ ഫ്ലോയെ കാണിക്കുന്നു, റെക്ടാങ്കിൾ അതിൽ ഇടപെടുന്ന ആക്ടറെ കാണിക്കുന്നു, പാരലൽ ലൈൻസ് റൗണ്ടഡ് റെക്ടാങ്കിൾ അത് ഡേറ്റ സ്റ്റോറിനെ കാണിക്കുന്നു. ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. പ്രോസസ്സില് ശ്രദ്ധിക്കുക, AB എന്ന് പറഞ്ഞ 2 ആരോ വന്നു, സർക്കിൾ DFD, അവിടെ സം എന്ന് പറയുന്ന ആക്ടിവിറ്റി നടക്കുന്നു, റിസൾട്ട് സം ഇങ്ങോട്ട് വരും. DFDയിലെ പ്രോസസ് നടക്കുന്ന ഈ സർക്കിൾ വഴിയാണ്. പിന്നെ ഇത് സിങ്ക്രോണസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും അസിങ്ക്രോണസ് ആയിട്ടുള്ള പ്രോസസ്സുമാണ്. സിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ ഇതൊരൊറ്റ ഇതിലിങ്ങോട്ട് മുമ്പോട്ട് വരികയാണ്. അതായത് ഒരു നമ്പർ റീഡ് ചെയ്യുന്നു, ആ നമ്പർ റീഡ് ചെയ്തതിന് മോഡുലസ് കാണും. The data item indicates this processing circle. ആ പ്രോസസ്സിംഗ് സർക്കിൾ വെച്ച് നമ്പറിനെ റീഡ് ചെയ്യുന്നു. Then that number goes to this processing circle and finds the modulus. എന്നാൽ ഇവിടെ അസിങ്ക്രോണസിൽ എങ്ങനെയല്ല, എ നമ്പർ റീഡ് ചെയ്യുന്നു, that number is put in a data store. ഡേറ്റ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതൊരു ഡേറ്റാബേസ് ആണ്. ഡേറ്റ സ്റ്റോർ എന്ന് പറയുന്നത് ഡേറ്റാബേസ് ആണ്. ആ ഡേറ്റാബേസിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ അതിനെ മോഡുലസ് ഫൈൻഡ് ചെയ്യും.
ഇത് ഡേറ്റ ഫ്ലോ ഡയഗ്രാമിന്റെ ഒരു ഇതാണ്. പിന്നെ ആക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ റെക്ടാങ്കിൾ. ഡേറ്റ സ്റ്റോർ എന്ന് പറഞ്ഞാൽ പാസീവ് ഒബ്ജക്റ്റ് ദാറ്റ് റെപ്രസെന്റ് റെപ്പോസിറ്ററി, അതായത് ഡേറ്റ ബേസ് തന്നെയാണ് ഡേറ്റ സ്റ്റോർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ സ്റ്റോർ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഡേറ്റ ബേസ്. ഡേറ്റ ബേസ് ആണ് ഡേറ്റ സ്റ്റോർ എന്ന് പറയും. ഔട്ട്പുട്ട് സിമ്പിള് ഒരു റെക്ടാങ്കിൾ വിത്ത് ടോപ്പ് റൈറ്റ് കോർണർ ചോപ്ഡ് ഓഫ്. അപ്പം ഇതാണ് ഫങ്ഷണൽ മോഡൽ. അപ്പൊ ഫങ്ഷണൽ മോഡലിംഗിൽ ഒരു DFD ഉണ്ട്. ആ DFDയില് ഒരു പ്രോസസ്സിങ്ങിന് ഒരു സർക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പിന്നെ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പാരലൽ ലൈൻസ് ഉണ്ട്. ഇതിന്റെ ആ പാരലൽ ലൈൻസ് ഉണ്ട്, അതിനകത്ത് വെച്ചത് സ്റ്റോർ ചെയ്യുന്നു. ശരിക്കും നിങ്ങളുടെ DFDയെ പറ്റി പറയുമ്പോൾ ഓവറോൾ DFD, പർട്ടിക്കുലർ DFD ഉണ്ട്. ആ DFDയെ പറ്റി ഞാൻ കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ തൽക്കാലം അതിന്റെ ഒരു നോട്ട്സ് കൂടെ നമുക്കൊന്ന് പ്രസന്റ് ചെയ്തിട്ട് നോക്കാം. ഞാൻ ആ നോട്ട്സ് ഒന്ന് കുറിച്ച് പറയാം. ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് DFD. ഫീച്ചേഴ്സ് ഓഫ് DFD, അതായത് ശ്രദ്ധിക്കുക, ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രിമിറ്റീവ് സിമ്പിൾ സർക്കിൾ. ലേബിൾഡ് സർക്കിൾസ് കോൾഡ് ബബിൾസ് ആർ യൂസ് ടു ഷോ ദ പ്രോസസ്സിംഗ്. അപ്പൊ പ്രോസസ്സിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കിൾ യൂസ് ചെയ്യും. ആ പ്രോസസ്സിങ്ങിന് ഇടയ്ക്കുള്ള ആ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ആരോസ് യൂസ് ചെയ്യും. റെക്റ്റാങ്കിള് ആക്ടറിനെ കാണിക്കും. ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഇന്റർഫിയർ ചെയ്യുന്ന പേഴ്സൺ ആരാണോ അയാളാണ് ആക്ടർ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഇതുണ്ട്, എക്സ്റ്റേണൽ എൻറ്റിറ്റി ആയിട്ടാണ് ഈ റെക്റ്റാങ്കിൾ വരുന്നത്. പ്രോസസ്സ് വരുന്നത് ഈ സർക്കിളിനാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് റൈറ്റ് സൈഡ് ചോപ്പ് ഓഫ് ചെയ്തിരിക്കുന്ന ഇതാണ് ഔട്ട്പുട്ട് ആയിട്ട്. അപ്പൊ ഇത് എക്സ്റ്റേണൽ എൻറ്റിറ്റി, ഇത് പ്രോസസ്സ്, ഇത് ഔട്ട്പുട്ട്. ഡേറ്റ ഫ്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇത് ഡേറ്റ സ്റ്റോർ. അപ്പം ഇത് എക്സ്റ്റേണൽ എൻറ്റിറ്റി, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഇത് ഡേറ്റ സ്റ്റോർ, ഇത് ഡേറ്റ ഫ്ലോ. ഇത് പെർഫോം ഡിവിഷൻ. നമ്പർ വന്നു, അതിന്റെ റിമൈൻഡർ ഇതും വന്നു. സിമ്പിൾ ഇതാണ്.
ഡേറ്റ ഫ്ലോയ്ക്ക് ആര് കൊടുക്കുന്നു? സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ് ആക്ടേഴ്സ്. ഇത് എംപ്ലോയി ഒരു ആക്ടറാണ്, അക്കൗണ്ടന്റ് ഒരു ആക്ടറാണ്. ഈ ആക്ടർ പേറോൾ പ്രോസസ്സിംഗിൽ ഇന്ററാക്ട് ചെയ്യും. ആക്ടേഴ്സ്. ഡേറ്റ സ്റ്റോർ കണ്ടോ, ലൈബ്രറി ഒരു ഡേറ്റാബേസ് ആണ്. അത് രണ്ട് പാരലൽ ലൈൻസ് കൊണ്ട് ഡേറ്റ സ്റ്റോർ ആയിട്ട് നമ്മൾ ഇത് ചെയ്യും. ഔട്ട്പുട്ട് സിമ്പിൾ കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്. ഇത് കൺട്രോൾ ഫ്ലോസ്, സാമ്പിൾ, ഫങ്ഷണൽ മോഡൽ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഇൻഹെറിറ്റൻസോടെ ഒന്നുകൊണ്ടൊന്ന് ഒന്നുകൂടെ ഒടിച്ചു നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇൻഹെറിറ്റൻസ് പറയുന്നത് നമ്മളിപ്പോൾ ഇച്ചിരി മുമ്പേ കണ്ടു, ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ്. നമ്മൾ മുമ്പേ പറഞ്ഞു ക്ലാസ് ആപ്ലെറ്റ് ക്ലാസ് ഷേപ്പ് എക്സ്റ്റെൻസ് ആപ്ലെറ്റ്. അപ്പൊ ഇവിടെ ബേസ് ക്ലാസ് ഉണ്ടായിരുന്നു, ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് സിംഗിൾ ഇൻഹെറിറ്റൻസ് അല്ലേ. പിന്നെ പറഞ്ഞു അബ്സ്ട്രാക്ട് ക്ലാസ് കനോട്ട് ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്റർഫേസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആക്ഷൻ പെർഫോം ഡി എന്ന് എഴുതാൻ പറ്റി, പക്ഷെ ആക്ഷൻ പെർഫോമിൽ ആക്ഷൻ ഈവന്റ് എന്ന് എഴുതാൻ പറ്റി, പക്ഷെ ആക്ഷൻ ലിസണറിന് ഒരു ഇത് കൊടുക്കാൻ പറ്റിയില്ല, കാരണം ആക്ഷൻ ലിസണർ ഈസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഹയറാർക്കി ഇൻഹെറിറ്റൻസിൽ നമുക്കൊരു ബേസ് ക്ലാസ്സും രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സും. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ബേസിൽ നിന്ന് ഡിറൈവ്ഡ് 1ലേക്ക് ഡിറൈവ്ഡ് 2ലേക്ക്. പിന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, പല ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്, ഒരു ബേസ് ക്ലാസ്, അവിടുന്ന് രണ്ട് ഡിറൈവ്ഡ്, പിന്നെ ഒരു ഡിറൈവ്ഡ് ക്ലാസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അതായത് നമ്മളെ സംബന്ധിച്ച് ഈവന്റ് ഇത് സിഗ്നലിംഗ് ആണ് ഡൈനാമിക് ബിഹേവിയർ വരുന്നത്. സിഗ്നലിംഗ് എന്ന് പറയുമ്പോൾ സിഗ്നലിംഗിന് നമ്മൾ കുറെ കമ്പോണൻസ് ഇതിനകത്ത് എടുത്തു വെക്കുന്നു. ചെക്ക് ബോക്സ്, ബട്ടണ്, പിന്നെ അതുപോലെ തന്നെ ഇത് സ്ക്രോൾ ബാർ, വിൻഡോ, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസ് എല്ലാം ഈവൻസിനെ ജനറേറ്റ് ചെയ്യും. ഈ ഈവൻസ് ആണ് ആക്ഷൻ ഈവന്റ്, ഐറ്റം ഈവന്റ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ചേഞ്ച്, അങ്ങനെ കുറെ ഈവൻസിനെ ഈ കൺട്രോൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഈവൻസിനെ ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ഈവൻസിനെ ജനറേറ്റ് ചെയ്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ റെസ്പോണ്ട് ചെയ്ത് നടക്കുന്ന ആ സ്റ്റേറ്റ് ആണ് ശരിക്കും നമുക്ക് ഡൈനാമിക് മോഡൽ എന്ന് പറയുന്നത്. ഒരു വലിയ ഡൈനാമിക് മോഡലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു ഡൈനാമിക് മോഡലാണ്. കുറെ എക്സാമ്പിൾ ഇത് വന്നിട്ട് ഒരു ഒബ്ജക്റ്റ് ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുന്നു, വേറെ ഒബ്ജക്റ്റ് ആ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഒരു പർപ്പസ്, എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യും. നമ്മുടെ ഇതിനകത്ത് സെൻഡ് ചെയ്ത ഇത് ബട്ടൺ ആയിരുന്നു. ബട്ടൺ സിഗ്നൽ സെൻഡ് ചെയ്തു. ബട്ടൺ സിഗ്നൽ സെൻഡ് ചെയ്ത ഉടനെ തന്നെ ചെക്ക് ബോക്സ് അതിന്റെ ഐറ്റം സെലക്ട് ചെയ്യപ്പെട്ടത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ആ ഐഡന്റിഫൈ ചെയ്തതിനനുസരിച്ച് നമുക്കുള്ള ഒരു വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കും. അതായത് ബട്ടൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഒരു സിഗ്നൽ സെൻഡ് ചെയ്തു. ആ സെൻഡ് ചെയ്ത സിഗ്നലിനെ ചെക്ക് ബോക്സ് റിസീവ് ചെയ്തു. ചെക്ക് ബോക്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ചെക്ക് ബോക്സ് അത് റെസ്പോണ്ട് ചെയ്തു. റെസ്പോണ്ട് ചെയ്ത് അതിനൊരു ആ ഒരു പർട്ടിക്കുലർ വേരിയബിളിന് ഒരു വാല്യൂ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന
ഒരു മെത്തേഡ് വെച്ച്. ഈ ആക്ഷൻ പെർഫോംഡ് വരുന്നത് ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിൽ. ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ് അല്ലെ. ആക്ഷൻ പെർഫോംഡ് ഈസ് എ മെത്തേഡ്. ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്നത് ശരിക്കും ആപ്ലെറ്റിന്റെ മെത്തേഡാണ്. അപ്പൊ ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിൽ നിന്നും ആണ് ആക്ഷൻ ഈവന്റ് വരുന്നത്. അപ്പൊ ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിലെ മെത്തേഡാണ് ആക്ഷൻ പെർഫോംഡ്. ബട്ട് ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ്, സോ ദ മെത്തേഡ് ഈസ് നോട്ട് ഡിഫൈൻഡ്, ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ഓൺലി. അതുകൊണ്ട് നമ്മൾ ആക്ഷൻ പെർഫോംഡിനെ ഇതിനകത്ത് ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് തീർന്നവർക്ക് ക്ലാസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്തു പോകും. പ്രോഗ്രാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എല്ലാം ആദ്യം മുതൽ. എക്സ്റ്റൻസ് ആർക്കിടെക്ട് എന്താണെന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ശരിക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് യു ക്യാൻ എക്സിറ്റ്.